കേരളം ഇന്ന് സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. കേരളത്തെ ഞെരുക്കുന്ന കേന്ദ്രത്തിന്റെ സാമ്പത്തിക നീക്കങ്ങൾക്കെതിരെ കേരളം ഒന്നടങ്കം ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരവുമായി തിരുവനന്തപുരത്ത് എത്തുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത എന്ന് പറയുന്നത്. നമുക്കറിയാം, കേന്ദ്രം നമ്മളെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമൊന്നുമല്ല, അത് കുറേ കാലമായി. കാരണം ഇവിടെ നേരെ ചൊവ്വേ രാഷ്ട്രീയം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് BJP സർക്കാരിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നോക്കിയപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ വരവുകൾ നിർത്തുക, അതല്ലെങ്കിൽ സാമ്പത്തികമായ ബന്ധങ്ങൾ മുറിക്കുക എന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നത്. കാരണം അങ്ങനെ സാമ്പത്തികമായ ഒരു ഭദ്രതയില്ലായ്മ വന്നാൽ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ മുടങ്ങും. അപ്പോൾ സ്വാഭാവികമായും ജനം സർക്കാരിനെതിരാകും എന്ന ചിന്തയിൽ നിന്നാണ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്രത്തിന്റെ ഈ നടപടികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കേരളം മുന്നോട്ട് പോകുന്നതും ഇതിനിടയിൽ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ തത്വങ്ങളെയും ലംഘിക്കുന്ന, അതിന്റെ ഒക്കെ കണക്കൽ കത്തിവയ്ക്കുന്ന കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഇന്ന് സമരവേദിയിലേക്ക് എത്തുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദിവസം കൂടിയാണ് ഇന്ന്. ഷീജ തിരുവനന്തപുരത്തുനിന്ന് ഈ സത്യാഗ്രഹ സമരത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി എന്നോടൊപ്പം ചേരുന്നു. ഷീജ, നമ്മൾ കേരളത്തിന്റെ ഈ സാമ്പത്തിക നടപടികൾക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ, ഈ അടിച്ചമർത്തലിനെതിരെ ദില്ലിയിലടക്കം പോയി സമരം ചെയ്തതാണ്. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഈ ഫെഡറൽ തത്വങ്ങളെ വെല്ലുവിളിക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെ സത്യാഗ്രഹ സമരവേദിയിലേക്ക് എത്തുകയാണ്. കേരളം ഇന്ന് സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. ഷീജ, തീർച്ചയായും മനു, ഏതായാലും കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിനൊരു ശക്തമായ താക്കീത് നൽകാൻ ഉറച്ചു തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ്. അതാണ് ഈ ഒരു ശക്തമായ സമര മുഖത്ത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിലാണ്. ഈ രക്തസാക്ഷി മണ്ഡപത്തിലാണ് രാവിലെ 10 മണി മുതൽ കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനെതിരായിട്ടുള്ള ശക്തമായ സമരത്തിന് തുടക്കം കുറിക്കുക. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഈ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകുന്നത് LDFന്റെ മന്ത്രിമാരും ജനപ്രതിനിധികളും സംസ്ഥാന നേതാക്കളും അടക്കം ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാനുള്ളത്. ഏതായാലും വലിയ തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഉപരോധം തീർത്തുകൊണ്ടാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എന്ന് LDF സർക്കാർ അധികാരത്തിൽ വന്നോ അന്നു മുതൽ തുടങ്ങിയതാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള അവസാന 3 മാസത്തേക്ക് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതെന്ന് പറയുന്നത് 12,000 കോടി രൂപയുടെ വായ്പ അനുമതിയാണ്. പക്ഷേ അതിൽ 5,900 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നിരന്തരം സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്, നിവേദനങ്ങളിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്, കേന്ദ്രത്തിൽ ചെന്ന് കേന്ദ്രമന്ത്രിയെ കണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനോടൊന്നും ഒരു അനുകൂലവുമായ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നിഷേധിക്കുന്നത് ബജറ്റിന് പുറത്തെടുത്ത വായ്പകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഈ ഒരു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാനം 6,000 കോടിയോളം രൂപ ചെലവാക്കിയിരുന്നു. അതിന് പകരമായി വായ്പയൊക്കെ അനുവദിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതും നിഷേധിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് മനു സൂചിപ്പിക്കാനുള്ളത്. അതിന് പുറമെയാണ് കേരളത്തിന് ലഭിക്കാനുള്ള അർഹതപ്പെട്ട ഗ്രാന്റുകൾ, വിവിധ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാന്റുകൾ ലഭിക്കാനുണ്ട്. ആ ഗ്രാന്റുകൾ പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ട് ഒരു ഗ്രാന്റ് പോലും നൽകാതെ അതിലും പൂർണ്ണമായിട്ടുള്ള അവഗണന കേരളത്തോട് തുടരുന്ന ഒരു സാഹചര്യം. റവന്യൂ വരുമാനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഏകദേശം 73% വരെ ലഭിക്കുന്നു. പക്ഷേ അപ്പോഴും കേരളത്തിന് ലഭിക്കുന്നത് കേവലം 25% മാത്രമാണ് എന്നുള്ളതാണ്. കേരളത്തോട് പ്രത്യേകമായിട്ടുള്ള വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള പെരുമാറ്റം അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ള കാര്യമാണ്. ഇതിനെതിരെ കേരള നിയമസഭ പോലും പ്രമേയം പാസാക്കി കേന്ദ്രത്തിനോട് ആ വിഷയത്തിൽ സമീപനം മാറ്റണമെന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനൊന്നും തയ്യാറാകാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോഴും ആ സാമ്പത്തിക ഉപരോധം തുടരുന്ന ഘട്ടത്തിൽ തന്നെയാണ് സംസ്ഥാനം ഏതായാലും ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുക എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒന്നടങ്കം ഈ ഒരു സമരമുഖത്തേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും രാവിലെ 10 മണിക്കാണ് ഇവിടെ ഈ സത്യാഗ്രഹ സമരം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള നേതൃത്വത്തിലുള്ള സത്യാഗ്രഹ സമരം ഇവിടെ ആരംഭിക്കുക. വൈകുന്നേരം 5 മണി വരെയാണ് ഈ സത്യാഗ്രഹ സമരം ഇവിടെ തുടരുക. ആ സമയം അത്രയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും LDFന്റെ സംസ്ഥാന നേതാക്കളും ജനപ്രതിനിധികളും അടക്കമുള്ളവർ ഈ സത്യാഗ്രഹ വേദിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ആ രീതിയിൽ ശക്തമായിട്ടുള്ളൊരു താക്കീത് കേന്ദ്രത്തിന് നൽകുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത്. മനു.
ഇവിടെ ഷീജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഔദാര്യം ചോദിച്ചല്ല ഈ സമരത്തിന് ഇറങ്ങുന്നത്. നമുക്ക് കിട്ടാനുള്ള അവകാശമാണ്. നമ്മളിൽ നിന്ന് പിരിച്ചുകൊണ്ടു പോകുന്ന നികുതിയുടെ നമുക്ക് അർഹമായ പങ്കാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ 16ാം ഫിനാൻഷ്യൽ കമ്മീഷൻ വരുന്ന സമയം കൂടിയാണ്, ധനകാര്യ കമ്മീഷൻ വരാൻ പോകുന്ന സമയം കൂടിയാണ്. 10ാം കമ്മീഷൻ സമയത്ത് നമുക്ക് 3.94% നികുതി വിഹിതം കിട്ടുമായിരുന്നു. ഇപ്പോൾ 15-ലെത്തി നിൽക്കുമ്പോൾ നമുക്കത് 1.92 എന്ന നിലയിലേക്ക് നമ്മുടെ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ നികുതി വിഹിതം ചുരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ 100 രൂപ നമ്മളിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് നൽകുന്നത് എത്രയാണ്? കേവലം 1-2 രൂപ മാത്രം. ബീഹാറിന് കൊടുക്കുന്നത് എത്രയാണെന്ന് അറിഞ്ഞുകൂടെ? അല്ലെങ്കിൽ ഉത്തർപ്രദേശിന് കൊടുക്കുന്നത് എത്രയാണെന്ന് അറിഞ്ഞുകൂടെ? അവർക്കൊക്കെ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളം എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു? കേരളം പുരോഗതി ആർജിച്ചത് കൊണ്ടാണോ നമ്മൾ ഈ തഴയുന്നത്? അത് നമ്മുടെ കുറ്റമല്ലല്ലോ. കേരളം പുരോഗതി ആർജിച്ചെടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ അവരുടെ കാഴ്ചപ്പാടുകളുടെ പുറത്താണ് നമ്മൾ പുരോഗതി നേടിയെടുത്തത്. അത് കുറ്റമല്ല, അതൊരു നേട്ടമാണ്. അപ്പോൾ അതിനെ അംഗീകരിക്കുന്നതിന് പകരം അവഗണിച്ച് ഇല്ലായ്മ ചെയ്യുന്നു. ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ സമരവേദിയിലേക്ക് ഇറങ്ങേണ്ടി വരണമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ ഷീജ. നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ഫെഡറൽ തത്വങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ഇത് എത്രയോ വട്ടം നമ്മൾ ആവർത്തിച്ചതാണ്. ദില്ലിയിൽ നമ്മളിത് കണ്ടതല്ലേ? നമ്മൾ ഇറങ്ങിയതിനു ശേഷം സിദ്ധരാമയ്യ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രിക്ക് സമരവുമായി എത്തേണ്ടി വന്നത് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിമാർക്ക് പോലും അവകാശങ്ങൾക്ക് വേണ്ടി, അർഹതപ്പെട്ടതിന് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അത്ര സുഖകരമായ കാര്യമല്ല ഷീജ. തീർച്ചയായും മനു, അത് വളരെ ശരിയാണ്. കാരണം ആ രീതിയിലുള്ളൊരു സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചു പോകുന്നത്. കാരണം സംസ്ഥാനത്ത് നമുക്കറിയാം, മുഖ്യമന്ത്രി തന്നെ പലയാവർത്തി ധനമന്ത്രി കേന്ദ്രത്തെ കാണുന്നതും കേന്ദ്രമന്ത്രിയെ കാണുന്നതും അതിനൊക്കെ പുറമെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ വരെ ഈ വിഷയങ്ങൾ ധരിപ്പിച്ചിരുന്നു. കേന്ദ്രത്തോടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഉപരോധം, അതിൽ മാറ്റം വരുത്തണം, ആ സമീപനത്തിൽ കേന്ദ്രം മാറ്റം വരുത്തണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ പല ആവർത്തി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ എന്നിട്ടൊന്നും അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള നിലപാട് സംസ്ഥാനം പറയുന്നുണ്ട്. ഒരു സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാധിക്കാത്ത കാര്യമാണെങ്കിൽ കേരളം അതിൽ കൃത്യമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് അവരെ അലോസരപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് കേരളത്തെ ഏതൊക്കെ തരത്തിൽ പ്രതിരോധിക്കാൻ, കേരളത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കാൻ സാധിക്കും, അതാണ് അവർ ആരായുന്നത്. കാരണം ഈ രീതിയിൽ വലിയ സാമ്പത്തിക പ്രതിരോധമൊക്കെ സാമ്പത്തിക ഉപരോധമൊക്കെ തീർക്കുമ്പോൾ പക്ഷേ സംസ്ഥാനം ചെയ്യുന്നത് എന്താണ്? സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് വരുമാനം കണ്ടെത്തുന്നതിനും അതോടൊപ്പം തന്നെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അത് നിലച്ചു പോകാതിരിക്കാനുള്ള രീതിയിലുള്ള നടപടികൾ സംസ്ഥാനം സ്വന്തം നിലയ്ക്കാണ് അതിനു വേണ്ടിയിട്ടുള്ള മാർഗം കണ്ടെത്തി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് അനുവദിക്കരുത് എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉപരോധം അത് കേന്ദ്രം സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അത് ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും, അത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലുള്ള ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും അല്ല സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള വായ്പയുടെ വിഹിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ മേഖലയിലും ആ രീതിയിലുള്ള സമീപനമാണ് കേന്ദ്രം വെച്ചു പുലർത്തുന്നത്. പക്ഷേ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്, അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ ആണെങ്കിൽ വാരിക്കോരി കൊടുക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനം പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ രീതിയിലാണ് അർഹതപ്പെട്ടിട്ടുള്ളത് ഈ ഫണ്ടുകളുടെ കാര്യത്തിലാണെങ്കിലും വിഹിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും വായ്പയുടെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഈ കേരളത്തോട് മാത്രം ഒരു ചിറ്റമ്മ നയം അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യമായ രീതിയിൽ തന്നെ പരിഗണിക്കണം എന്നുള്ളതാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഏതായാലും അതിന്റെയൊക്കെ ഭാഗമായി തന്നെയാണ് സംസ്ഥാനം നടത്തിവരുന്ന സമരങ്ങളുടെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് കൂടുതൽ ശക്തമായ ഒരു സമരമുഖത്തേക്ക് ഇന്ന് കേരളം ഇറങ്ങുന്നത്. മനു.